അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ അവസാനത്തെ പത്തിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രികളിലൂടെയാണ് നമ്മുടെ രാത്രികൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദ്റിൽ പ്രധാനമായി നമ്മൾ ചെയ്യുന്ന ഒരു അമലാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപമെങ്ങനെ എന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്തായിട്ടാണ് നിർവഹിക്കപ്പെടേണ്ടത്. 300 തസ്ബീഹാണ് ഒരു നിസ്കാരത്തിൽ ഉണ്ടാവുക. ഓരോ റക്അത്തുകളിലും 75 തസ്ബീഹുകളാണ് ചൊല്ലേണ്ടത്. രാത്രി നിസ്കരിക്കുകയാണ് എങ്കിൽ 2 റക്അത്തായിട്ടാണ് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. ഇനി പകലിലാണ് ഈ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ്. ഇനി രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ തന്നെ ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുന്നതുമാണ്. പക്ഷെ സുന്നത്തായ രൂപം രാത്രിയിൽ നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്തായി നിസ്കരിക്കുകയും അതേപോലെ തന്നെ പകലിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയുമാണ് ചെയ്യേണ്ടത്. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി നിയത്ത് ചെയ്യുക. ശേഷം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സാധാരണ ഓതുന്നത് പോലെ സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. അതിനുശേഷം 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. ശേഷം റുക്കൂയിൽ സാധാരണ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയതിന് പുറമെ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ശേഷം ഇഅ്തിദാലിൽ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾക്ക് പുറമെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. ശേഷം സുജൂദിൽ സാധാരണ ഉള്ള ദിക്റിന് ശേഷം പ്രസ്തുത തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും സാധാരണ ചൊല്ലുന്ന ദിക്റിന് പുറമെ ഈ തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. ശേഷം 2ാം സുജൂദിലും തദൈവ ചെയ്യുക. പിന്നെ 1ാമത്തെ റക്അത്തിൽ നിന്നോ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. സാധാരണ നമ്മൾ 2ാമത്തെ റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് സാധാരണ ഒരു ഇരുത്തം ഇരിക്കാറുണ്ടല്ലോ. ആ രൂപത്തിൽ ഒരു ഇരുത്തം ഇരുന്നതിന് ശേഷം അവിടെ അത്തഹിയ്യാത്തൊന്നും ഓതാനില്ല, മറിച്ച് ദിക്ർ ഈ തസ്ബീഹ് തന്നെ നേരെ 10 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ ഒരു റക്അത്തിൽ 75 പ്രാവശ്യമായിരിക്കും തസ്ബീഹ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് 2ാമത്തെ റക്അത്തിൽ ആ സമയത്ത് അത്തഹിയ്യാത്താണ് വരിക. അപ്പോൾ അത്തഹിയ്യാത്ത് ചൊല്ലുക. തഹിയ്യാത്ത് മസീഹുദ് ദജ്ജാൽ വരെ ചൊല്ലിയതിന് ശേഷം പ്രസ്തുത തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. ശേഷം സലാം വീട്ടുക. ഇങ്ങനെയാണ് ഈ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടത്. ഇനി ഏതൊക്കെ സൂറത്തുകളാണ് ഓരോ റക്അത്തുകളിലും ഓതേണ്ടത്? അങ്ങനെ പ്രത്യേകം സുന്നത്തുണ്ടോ? ഉണ്ട്. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാക്കുമുത് തകാസുർ സൂറത്തു തകാസുറാണ് ഓതേണ്ടത്. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്താണ് ഓതേണ്ടത്. 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്താണ് ഓതേണ്ടത്. 4ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ് നമ്മൾ ഓതേണ്ടത്. ഇതാണ് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ചുരുങ്ങിയ രൂപം. കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.